ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്ലെറ്റ്സ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യൊന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാഷ്നട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് കളർ മാറി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് സേമിയയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. സേമിയൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേമിയ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സേമിയം വേകാനുള്ള 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വേകാൻ അത്രയും വെള്ളം വേണ്ടി വരും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കടായിലേക്ക് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ല മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ എങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സേമിയ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നേന്ത്രപ്പഴം നല്ലൊന്ന് കളറൊക്കെ മാറി വന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സേമിയ വേവിച്ച് വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. സേമിയ നല്ലോണം വെന്ത് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് കടിക്കുന്ന വിധത്തിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്ക്, അതുപോലെ അമൃതപ്പൊടി കൊണ്ടുള്ള സ്നാക്സ് ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുന്നത് വാച്ച് ചെയ്യണം. അപ്പോൾ അതാക്കൊണ്ട് നല്ലോണം ഇവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി മധുരം വേണ്ടാന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മളെ നേന്ത്രപ്പഴത്തിനും അത്യാവശ്യം മധുരം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്നട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്ന കാര്യം ഓപ്ഷനില്ല കാര്യമായിട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി. അത് നിർബന്ധമേ ഇല്ല കേട്ടോ. കളറാണ്, ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊരു പിഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു കളർ ഉണ്ടാവാൻ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറോ ഒന്നുമില്ല. വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാണാനൊരു ഭംഗിക്ക് മാത്രമാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഫുഡ് കളറും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.